AK ബാലനെതിരെ ജമാഅത്തെ ഇസ്ലാമി വക്കീൽ നോട്ടീസ് അയച്ചു. ജമാഅത്തെ ഇസ്ലാമി കലാപത്തിന് ശ്രമിച്ചുവെന്ന പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണം. 1 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നും ആവശ്യം. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങളുമായി ചേർന്നത്. ഷഹീദ്, എന്തെല്ലാം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നോട്ടീസ് അയച്ചത്? പൂജ, CPM നേതാവ് AK ബാലൻ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ നടത്തിയ പ്രസ്താവന UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമിക്കായിരിക്കുമെന്നും മാറാട് കലാപം ആവർത്തിക്കുമെന്നും തുടങ്ങിയതായിരുന്നു ബാലന്റെ പ്രസ്താവന. ഇതിനെതിരെയാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഒരാഴ്ചക്കകം വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് ബാലൻ ഈ പ്രസ്താവന പിൻവലിക്കണം, അല്ലെങ്കിൽ ക്രിമിനലായും സിവിലായും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് വക്കീൽ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത്. അതിനു പുറമെ 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ അഡ്വക്കേറ്റ് അമീൻ ഹസൻ വഴിയാണ് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംസ്ഥാനത്ത് വർഗീയ വിഭജനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ബാലൻ ഇത്തരം പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത്. മുസ്ലിം വിരുദ്ധ വോട്ടുകളെ ഏകീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ് എന്നൊക്കെയാണ് വക്കീൽ നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ബാലന്റെ പ്രസ്താവന വലിയ വിവാദം, പുറത്ത് രാഷ്ട്രീയ വിവാദം ഉയർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. പൂജ, ശരി. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്.